ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 42. എന്താണ് ഈ മോന്തവീർപ്പീരിന് പിന്നിലുള്ള കാരണം? സേതുമാധവൻ മുന്നിലിരുന്ന ഫയൽ അടച്ചു വെച്ചുകൊണ്ട് തനിക്കെതിരായി ഇരിക്കുന്ന നീരജയെ നോക്കി വാത്സല്യത്തോടെ ഒന്ന് ചിരിച്ചു. ഒന്നുമില്ല. അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു പിടിച്ചു. ഒന്നുമില്ലെങ്കിൽ പിന്നെന്താടി, നിന്റെ മുഖത്തിനിട്ട് കടന്നൽ കുത്തിയോ? മകൾക്ക് നേരെ ചിരിയോടെ അയാൾ വീണ്ടും ചോദ്യം ഉയർത്തി. നീരജ് സേതുമാധവനെ തല ഉയർത്തി നോക്കി. എന്നിട്ട് പരിഭവത്തോടെ മുഖം ഒന്ന് കോർപ്പിച്ചു. അച്ഛനെന്നെ കെട്ടിച്ചു വേണമെന്ന് ഒരാഗ്രഹവും ഇല്ലേ? നീരജ പൊടുന്നതിനെ കെറുവോടെ ചോദിച്ചു. അത് ശരി, നീയല്ലേടി പറഞ്ഞേ നിനക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്നാത്തിന് ഇങ്ങനൊരു ടോക്ക്? മൂക്കിൻ തുമ്പിലിരുന്ന കണ്ണാടി ഇത്തിരി കൂടി മേൽപോട്ടേക്ക് കയറ്റി വെച്ചിട്ട് സേതു തൻ്റെ മകളെ ഒട്ടൊരു അമ്പരപ്പോടെ ഉറ്റുനോക്കി. ധീരജ അതിനുള്ള മറുപടി കൊടുത്തില്ല. പകരമായി മറ്റൊരു ചോദ്യം ചോദിച്ചു. അച്ഛൻ്റെ ആത്മഹത്യ സുഹൃത്തല്ലേ ഫസ്റ്റ് ഇയർ ഹിസ്റ്ററിയിലുള്ള ഒരു ബാലഭാസ്കരൻ? അവളുടെ കണ്ണുകൾ അച്ഛന് നേരെ കൂർത്തു. അതെ, അതിന്? മകൾ എന്താണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നതെന്ന് സേതുവിന് മനസ്സിലായില്ല. അദ്ദേഹത്തിനൊരു മകനില്ലേ? അവളിൽ നിന്ന് അടുത്ത ചോദ്യം ഉയർന്നു. ഉണ്ട്, മഹാദേവൻ, ഇവിടുത്തെ ഹിസ്റ്ററി ലെക്ചറാണ്. അയാൾ ഉത്തരം നൽകി. അച്ഛൻ എന്നോട് കല്യാണക്കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു പറയുന്ന കാര്യമില്ലായിരുന്നോ എനിക്കൊരു ക്രഷ് ഉണ്ടെന്ന്? കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ സീനിയർ. നീരജയുടെ ചുണ്ടിൽ ഒരു കുടിലതയോടെയുള്ള ചിരി വിടർന്നു. ആ അതെ. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് അപ്പോഴും അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിൽ അതാണ് മഹാദേവൻ, എൻ്റെ ക്രഷ്. ആളിപ്പോഴും മാരീഡ് അല്ല. നീരജ മുൻപിലുള്ള മേശയുടെ മുകളിലിരുന്ന ഗ്ലാസ് വെയിറ്റ് ഉരുട്ടി കളിക്കാൻ തുടങ്ങി. നീ ഇതെന്തൊക്കെയായി പറയുന്നേ? മഹാദേവൻ അവൻ എങ്ങനെ? കേട്ടതിൻ്റെ പകപ്പിലായിരുന്നു അപ്പോഴും സേതുമാധവൻ. അച്ഛന് വേണേ അച്ഛൻ്റെ ആത്മാവ സുഹൃത്തിനടുത്ത് ഒന്ന് മുട്ടി നോക്ക്. സേതുമാധവൻ പറഞ്ഞാൽ ബാലഭാസ്കരൻ കേൾക്കാതിരിക്കുമോ? നീരജ ഒരു വട്ടം കൂടി അച്ഛനെ ഒന്ന് പാളി നോക്കി. എന്നിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ്. എന്നിട്ട് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നിന്നും ധൃതിയിലിറങ്ങിപ്പോയി. അപ്പോഴും സേതുമാധവൻ മകൾ പറഞ്ഞത് കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു. അന്നു വൈകിട്ടും ബാലു വൈശാഖിയെ കൂടെ കൂട്ടാതെ കോളേജിൽ നിന്ന് നേരത്തെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയി. അങ്ങനെയെങ്കിലും മക്കൾ തമ്മിലൊന്ന് അടുക്കട്ടെ എന്ന് അയാൾ കരുതിയിട്ടുണ്ടാവും. വൈശാഖി, കഴിഞ്ഞെങ്കിൽ പോകാം. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടും കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് സംസാരിച്ച് നിൽക്കുന്ന വൈശുവിനെ നോക്കി മഹാദേവൻ ഇത്തിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചു. അവനിൽ വല്ലാത്തൊരു ധൃതിയായിരുന്നപ്പോൾ തൊട്ടരികിലിരിക്കുന്ന നീരജയുടെ സമീപം തന്നെയായിരുന്നു അതിനുള്ള ഏക കാരണവും. വരുന്നു സർ. തൻ്റെ അടുത്തേക്ക് സംസാരിക്കുവാനായി വരുന്ന സിദ്ധാർത്ഥിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടവൾ ഇത്തിരി വേഗത്തിൽ തന്നെ മഹാദേവൻ്റെ നേരെ കാലുകൾ നീക്കി. പോകാം. തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന നീരജയെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് അവൻ വൈശിയുമായി മുന്നോട്ടേക്ക് നടന്നു. വൈശാഖിയും കണ്ടിരുന്നു സാറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നീരജ മാഡത്തിൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടങ്ങൾ. അവൾ വീണ്ടും കുശുമ്പ് കയറി. അതുകൊണ്ട് തന്നെ മുഖം ചുളിച്ചു പിടിച്ചുകൊണ്ട് തന്നെയാണ് മഹാദേവൻ്റെ പിന്നിലായി അവൾ നടന്നതും. നാശം, ഈ ഓണം ഫസ്റ്റ് എങ്ങനെയും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഇതുപോലെയുള്ളവരുടെ കൂടെ ഇരിക്കുന്നതിലും ഭേദം അതാ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? ഛേ, നാണവും മാനവും ഇല്ലാത്തത്. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടക്കുന്നവൻ മനസ്സിൽ നീരജയെ ചീത്ത വിളിക്കുകയായിരുന്നു ആ നേരം. അവന് അറപ്പും വെറുപ്പും തോന്നുന്നുണ്ടായിരുന്നു ആ പെണ്ണിനോട്. സർ. പൊടുന്നനെയുള്ള വൈശാഖിയുടെ വിളിയാണ് അവനെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്താ വൈശാഖി? ഗൗരവത്തോടെ മഹാദേവൻ തിരക്കി. സർ, ഇനി ഒരാഴ്ച കൂടി ഉണ്ടാവോ പ്രാക്ടീസ്? മുഖം ചുളിച്ചുകൊണ്ടാണ് പെണ്ണ് ചോദിക്കുന്നത്. എന്തേ, വേണ്ടേ? അവനിൽ സംശയമായി. അതല്ല സാർ, നേരത്തെ തീർന്നാൽ അങ്ങനെയാണേൽ വരാതിരിക്കാൻ പറ്റുമോ? അവൾ അറച്ചറച്ച് ചോദിച്ചു പോയി. എന്തേ ഇങ്ങനൊരു ചോദ്യം? പാർക്കിങ്ങിലേക്കുള്ള സിമൻറ്റ് പടികൾ ഇറങ്ങുന്നതിനിടയിൽ കൂടെയുള്ളവളെ നോക്കി അവൻ തിരക്കി. വെറുതെ ചോദിച്ചതാ സാർ. താല്പര്യമില്ലായ്മ സിദ്ധാർത്ഥാണെന്നുള്ള കാര്യം വൈശാഖി മനഃപൂർവ്വം സാറിനോട് പറഞ്ഞില്ല.
ഡാൻസ് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ തൊട്ട് ആളവിടെ ഉണ്ടാവും, അതും തന്നെ ഉറ്റുനോക്കിക്കൊണ്ട്. ചിലപ്പോൾ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ മിണ്ടാൻ ശ്രമിക്കും. എല്ലാവർക്കും കൽപ്പനായ സിദ്ധാർത്ഥിനെ പേടിയായതുകൊണ്ട് മാത്രം ആരും ഒന്നും പറയാറില്ല എന്ന് മാത്രം. പക്ഷെ ആ നോട്ടോ ഇരിപ്പുമൊക്കെ കാണുമ്പോൾ തനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. എന്തേ, സിദ്ധാർത്ഥ് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? കാറിൽ കയറി ഇരുന്നതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിലാണ് തൊട്ടരിയിൽ ഇരിക്കുന്നവളോട് മഹാദേവൻ ആ ചോദ്യം ചോദിച്ചത്. കേട്ടപ്പോൾ ഒന്ന് അമ്പരന്ന് പോയെങ്കിലും വൈശാഖി അവനെ നോക്കി പതിയെ തലയാട്ടി കാട്ടി. വലിയ ശല്യമൊന്നും ഇല്ലല്ലോ എന്നോർത്താണ് ഞാൻ ഇടപെടാത്ത. അവൻ്റെ ആ നോക്കിയിരിപ്പ് മാത്രമല്ലേ ഉള്ളൂ. വണ്ടി മുന്നോട്ടേക്ക് എടുത്തുകൊണ്ട് ദേവൻ ചോദിച്ചു. അത് കേട്ടതും വൈശാഖി വീണ്ടും അമ്പരന്നു. അപ്പോൾ സാറെല്ലാം കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. പെണ്ണ് മുഖം തിരിച്ച് റോഡിലേക്ക് നോക്കിയിരുന്നു. മഹാദേവൻ അവളെ ഒന്ന് തലചരിച്ച് നോക്കിയിട്ട് കാറ് മുന്നോട്ടേക്ക് പായിച്ചു. വീടിൻ്റെ മുറ്റത്തേക്ക് അവരുടെ വണ്ടി കയറി ചെന്നപ്പോഴാണ് ഒരു കാറ് മാവിൻ ചുവട്ടിലായി കിടക്കുന്നത് മഹാദേവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാരുടെയാ? മുഖം ചുളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നവളും അവൻ നോക്കിയ ഭാഗത്തേക്ക് കണ്ണുകൾ പായിച്ചത്. സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കിയവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നത് ഒരു നിമിഷം കൊണ്ടായിരുന്നു. മുത്തശ്ശി! ഡോർ തുറന്ന് കാറിൽ നിന്നും ചാടി ഇറങ്ങി വീടിൻ്റെ പടികൾ തുള്ളിക്കൊണ്ട് ഓടിക്കയറുന്നവളെ നോക്കി മഹാദേവൻ്റെ കണ്ണുകളും ഒരു നിമിഷം വിടർന്നുപോയി. എടോ സേതു, ഞാൻ ചോദിക്കുന്നത് കേട്ട് ഒന്നും വിചാരിക്കരുത്. എൻ്റെ മോൻ്റെ കല്യാണം നേരത്തെ തന്നെ വീട്ടുകാർ തമ്മിൽ ചുറപ്പിച്ച് വെച്ചിരുന്ന ആടാ. കുട്ടിയെ നീ അറിയും. എൻ്റെ ക്ലാസ്മേറ്റും ബെസ്റ്റിയുമായ വൈശാഖി, ഞങ്ങളുടെ വൈശുക്കൊച്ച്. ഭാസ്കരൻ്റെ മറുപടിയിൽ ഫോണിൻ്റെ മറുവശം ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി. അവിടെ നിന്ന് ഉയരുന്ന നെടുവീർപ്പുകൾ മാത്രം മതിയായിരുന്നു അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ മനസ്സിൻ്റെ നിരാശ അറിയുവൻ. സാരമില്ലാടോ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവനെ എനിക്ക് അർഹിക്കുന്നില്ല അല്ലേടോ? സേതുവിൻ്റെ ശബ്ദത്തിലെ സങ്കടം തിരിച്ചറിഞ്ഞുവെങ്കിലും ബാലു അത് മനഃപൂർവ്വം കേട്ടില്ലെന്ന് തന്നെ നടിച്ചു. അവരുടെ വൈശു കൊച്ചിനു വേണ്ടി. ദേവൻ മോന് ഇതറിയാവോ പത്മം? നിറഞ്ഞ കണ്ണുകൾ സാരിത്തലപ്പ് കൊണ്ട് ഒപ്പുന്നതിനിടയിലും പത്മാവതിയെ നോക്കി ഒന്ന് ചിരിക്കുവാൻ ദേവകി മറന്നില്ല എന്നതാണ് സത്യം. ഹാളിലെ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് മഹാദേവൻ്റെയും വൈശാഖിയുടെയും കാര്യങ്ങൾ ആഗ്രഹത്തോടെ സംസാരിക്കുകയായിരുന്നു ആ കൂട്ടുകാരികൾ ഇരുവരും. ദേവനെയും വൈശാഖിയെ ഒരുമിപ്പിക്കണം എന്ന ആഗ്രഹം പത്മാവതിയെപ്പോലെ തന്നെ ദേവകിക്കും ഉണ്ടായിരുന്നു. ബാലുവും വൈശാഖിയുടെ മുത്തശ്ശനായ രാധാകൃഷ്ണനും അവരെ കേട്ടുകൊണ്ടിരുന്നു. ഇല്ലടി, അവന് മാത്രം അറിയില്ല. അവനും കൂടെ ഇനി സമ്മതിക്കാനുള്ളൂ. പത്മാവതി ഇച്ചിരി ഉച്ചത്തിൽ തന്നെ ചിരിച്ചു. കൂട്ടത്തിൽ ബാക്കിയുള്ളവരും ചേർന്നു. വൈശാഖിക്ക് മഹാദേവനെ ഇഷ്ടമാണെന്നുള്ള വിഷയം ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സമ്മതമാണെന്നാണ്. മാത്രമല്ല എല്ലാവരും അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. പക്ഷെ കെട്ടാൻ പോകുന്നതിന് മാത്രം ഇതറിയില്ല. അവൻ അറിഞ്ഞാലുള്ള പുകിലുകൾ ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞ എല്ലാവർക്കും പേടി. ചെലവ് കൂടുമെന്ന ഒറ്റ കാരണം കൊണ്ട് കല്യാണമേ വേണ്ടെന്ന് വെച്ചവനാണ് മംഗലത്ത് മഹാദേവൻ എന്ന അറുപിശുക്കൻ. കാര്യം മര്യാദക്കാരനും സൽസ്വഭാവിയും അഭിമാനമുള്ളവനും ഒക്കെ ആണെങ്കിലും കാശിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ചെക്കന് കണക്കുപിള്ള ചമയും. അവനെ പറഞ്ഞ് കല്യാണക്കാരെ സമ്മതിപ്പിക്കുക എന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും വലിയൊരു ടാസ്ക് വേറെയൊന്നുമില്ല എന്നത് മറ്റൊരു സത്യം. പത്മാവതിക്ക് ഇതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഒരേ സമയം കരച്ചിലും ചിരിയും വന്നുപോയി. ഡി പത്മം, ഇതിപ്പോൾ എങ്ങനെയാടി? ചെക്കൻ സമ്മതിക്കാതെ ഇവരുടെ കെട്ടെങ്ങനെ നടത്തുമെന്നാ നീ പറയുന്നേ? ദേവകിയിൽ അപ്പോഴേക്കും ഒരു ഭയം ഉണ്ടാവാൻ തുടങ്ങി. അതൊക്കെ അതിൻ്റെ സമയത്ത് നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്ന ദേവകി, ഇത് ശരിയാവും, എനിക്ക് ഉറപ്പുണ്ട്. അടിയുറച്ച വിശ്വാസമായിരുന്നു പത്മാവതിക്ക് ഇക്കാര്യത്തിൽ. പക്ഷെ ദേവകിയിലെ പേടി ഇനിയും പോയിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം മകളുടെയും മരുമകൻ്റെയും മുഖം ഓർമ്മ വന്നതും അവരുടെ ദേഹവും ഒന്ന് വിറച്ചുപോയി. കാര്യം വൈശാഖി ഈ വീട്ടിലെ കുട്ടിയായാൽ അവൾ സന്തോഷവതി ആയിരിക്കുമെന്ന് ആരും പറയാതെ തന്നെ തനിക്ക് ഊഹിക്കാൻ സാധിക്കും. പക്ഷെ കടമ്പകൾ പലതാണല്ലോ. ദേവകി ആശങ്കയോടെ ഒന്ന് നെടുവേർപ്പെട്ടു. ദേവൻ സമ്മതിക്കുന്നതല്ലല്ലോ ഇവിടുത്തെ മെയിൻ പ്രശ്നം. വൈശുവിൻ്റെ അച്ഛനും അമ്മയും ഇതിനൊരിക്കലും സമ്മതം പറയില്ല പത്മം.
ദേവകി പെട്ടെന്നുണ്ടായ ചിന്തയിൽ ഭയത്തോടെ പറഞ്ഞുപോയി. എന്തിനാടി അവരുടെ സമ്മതം? ജനിപ്പിച്ചെന്നൊരു പേരല്ലാതെ അവരെങ്ങനെ അടി ഞങ്ങളുടെ വൈശുക്കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ആവുന്നേ? അങ്ങനെ വല്ലതും പറഞ്ഞ് നിന്റെ മോനും മരുവനും ഇങ്ങോട്ട് വരട്ടെ, ചൂലും കൊണ്ട് കേട്ടോണ്ട് അടിച്ചിറക്കാൻ രണ്ടിനെ ഞാൻ. ആ നേരം പത്മാവതിയുടെ മുഖത്ത് വെറുപ്പും പുച്ഛവും മാത്രമായിരുന്നു. അവരും എല്ലാം ചെയ്താലോടി? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവിടുത്തെ കാര്യങ്ങൾ. ദേവകിയിൽ വീണ്ടും ആശങ്ക. ഒന്ന് പോയേടി പെണ്ണെ, അവരെന്നാ ഒലത്തൂന്ന? എൻ്റെ കൊച്ചുമോൻ്റെ താലി അവക്കടെ കഴുത്തി വീണ് കഴിഞ്ഞാൽ പിന്നെ വയസ്സുകൊച്ച് ഈ മംഗലത്തേതാ. ആരും എൻ്റെ കൊച്ചിനെ ഈ വീട്ടിൽ നിന്ന് കയറി പിടിച്ചുകൊണ്ട് പോകത്തില്ല. പത്മാവതി വീറോടെ പറഞ്ഞുകൊണ്ട് കസേരയിലൊന്ന് ഇളകിയിരുന്നു. ദേവകിക്ക് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കാൻ അപ്പോഴും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം രാജശേഖരനും നന്ദിതയും ഇതറിഞ്ഞാലുള്ള പുകില് ഊഹിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അതിലുപരി ദീപക് അറിഞ്ഞാലാണ് കൂടുതൽ അപകടം. എൻ്റെ കൊച്ചിനെ ജീവിക്കാൻ പോലും അവൻ അനുവദിക്കുകയില്ല. ദേവകി ചിന്തയിലാണ്ടു. എൻ്റെ മഹാദേവന് നിങ്ങളാരും അറിയാത്തൊരു സ്വഭാവമുണ്ട് ദേവകി. എത്രയൊക്കെ പിശുക്കനാണെങ്കിലും സ്വന്തമെന്ന് കരുതുന്നൊന്നും അവനാർക്കും വിട്ടുകൊടുത്ത് ശീലമില്ല. അതിപ്പോൾ 10 വയസ്സാണെങ്കിൽ കൂടി. അതുകൊണ്ട് നീ പേടിക്കണ്ട, അവിടെ കാര്യം അവൻ നോക്കിക്കോളും. അവരെ തമ്മിൽ പിടിച്ചു കെട്ടിക്കാനുള്ള പണികൾ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച ഭാവമായിരുന്നു ആ നേരം പത്മാവതിക്ക്. ഇനി കാപ്പി കുടിച്ചിട്ടാവാൻ ബാക്കി സംസാരം. ലക്ഷ്മിയുടെ അങ്ങോട്ടേക്കുള്ള വരവോടുകൂടിയാണ് അവരുടെ സംസാരം അവിടെ മുറിഞ്ഞത്. ലക്ഷ്മി കയ്യിലിരുന്ന ട്രെയിൽ നിരത്തി വെച്ചിരിക്കുന്ന ചായ ഗ്ലാസുകൾ ഓരോന്നും അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമായി എടുത്തു കൊടുത്തു. അതിനുശേഷം വീണ്ടും അകത്ത് പോയി കഴിക്കാനുള്ള എന്തൊക്കെയോ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ടുവന്ന് അവരുടെ മുൻപിൽ കിടക്കുന്ന ടീപ്പോയുടെ മുകളിലായി കൊണ്ടുവന്ന് വെച്ചു. മോള് വരാൻ നേരമായില്ലേ ഭാസ്കര? മണി 5 കഴിഞ്ഞെന്ന് കണ്ടതും രാധാകൃഷ്ണൻ അക്ഷമയോടെ ചോദിച്ചു. വരാറായി അങ്കിൾ, അവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അതാ താമസിക്കുന്നേ. ബാലു എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പൊടുന്നനെയാണ് വീടിൻ്റെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത്. കൊച്ചു വന്നു എന്നാ തോന്നുന്നേ. പത്മാവതി അതും പറഞ്ഞ് നാവ് പുറത്തേക്കിട്ടില്ല. അതിനു മുൻപേ തന്നെ മുത്തശ്ശി എന്നും വിളിച്ചുകൊണ്ട് വൈശാഖി അകത്തേക്ക് ഓടിപ്പാഞ്ഞു കയറി വന്നിരുന്നു. മോളെ. കയ്യിലിരുന്ന ചായ ഗ്ലാസ് ടീപ്പോയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ദേവികി തൻ്റെ കൊച്ചുമകളെ അടുത്തേക്ക് കൈയാട്ടി വിളിച്ചു. വൈശു ഓടിച്ചെന്ന് അവരുടെ അരികിലായിരുന്നു. എന്നിട്ട് ദേവകിയെ ഒരു വിതുമ്പലോടെ കെട്ടിപ്പിടിച്ചു. ദേവൻ എവിടെ? അവളുടെ നെറുകയിലൊന്ന് തഴുകിക്കൊണ്ട് ദേവകി ചിരിയോടെ തിരക്കി. വരുന്നുണ്ട്. ഇത് പറയേ, മുത്തശ്ശിനെ എപ്പോഴാ വന്നേ? ഉത്തരം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അടുത്ത ചോദ്യവും വൈശു ചോദിച്ചിരുന്നു. കുറച്ചു മുന്നേ മോളെ വന്നേ. വൈശുവിനെ കണ്ണു നിറച്ച് കാണുന്നതിൻ്റെ തിരക്കിലായിരുന്നു ആ നേരം ദേവകിയും രാധാകൃഷ്ണനും. അപ്പോഴേക്കും മഹാദേവൻ അങ്ങോട്ടേക്ക് കയറി ചെന്നിരുന്നു. വന്ന അതിഥികളോട് ചിരിയോടെ കുശലം ചോദിച്ചിട്ട് അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. രാധാകൃഷ്ണനും ദേവകിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ദേവനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതവരുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാനും സാധിക്കുമായിരുന്നു. വൈശാഖി അവളുടെ മുത്തശ്ശിയെയും കണ്ട് സന്തോഷത്തിലായിരുന്നു. പെണ്ണ് അവരോട് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി പതിയെ അവൾക്കുള്ള ചായ എടുക്കുവാനായി അടുക്കളയിലേക്ക് മെല്ലെ നടന്നത്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വൈശുവിനും ദേവനുമുള്ള ചായ ലക്ഷ്മി എടുത്തുകൊണ്ട് വന്നു. കുളി കഴിഞ്ഞ് വന്ന മഹാദേവനും അധികം സംസാരിച്ചില്ലെങ്കിലും അവരുടെ കൂടെ കൂടി. സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ വിഷ്ണുവും കൂടി അവരുടെ കൂട്ടത്തിൽ കൂടിയപ്പോഴേക്കും ആ വീട്ടിൽ നിന്നും പൊട്ടിച്ചിരിയും ഒച്ചയും ഉയർന്നു കേട്ടു. പൊട്ടിച്ചിരിക്കുകയും സന്തോഷത്തോടെ പേടിയില്ലാതെ കോളേജിലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും തുറന്നു പറയുന്ന കൊച്ചുമകളെ ആദ്യമായി കാണുന്ന പോലെയാണ് രാധാകൃഷ്ണനും ദേവകിയും നോക്കിയിരുന്നത്. സ്വർഗമാണിവിടം. എൻ്റെ കൊച്ചുമോൾ ഇവിടെ എന്നും സന്തോഷവതിയായിരിക്കും. ആ മുത്തശ്ശനും മുത്തശ്ശിയും അകമറിഞ്ഞ് ആഗ്രഹിച്ചു പോയി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. ഇന്നലെ ഒരു ദിവസത്തേന് ഞാൻ ലീവ് എടുത്തതാണ്, അതാണ് സ്റ്റോറി ഒന്നും കാണാഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ.